ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വെസ്റ്റ് ബംഗാളിന് അടുത്ത സംസ്ഥാനമായ സിക്കിമിലെ ഒരു സ്പിരിച്വൽ ലേക്കിന്റെ വിശേഷങ്ങളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുതായ സിക്കിം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനം എന്ന പദവി കൂടെ അലങ്കരിക്കുന്നു. 3 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് സിക്കിം. ഡാർജിലിംഗിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നാണ് ഗുരുഡോക്മർ ലേക്കിലേക്ക് പോകേണ്ടത്. ഇന്ത്യ-ചൈന ബോർഡറിന് അടുത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരാൻ ഒരു ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ്. സിക്കിമിന്റെ പ്രകൃതി ഭംഗി സംസ്ഥാനം മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നു. അതിൽ നോർത്ത് സിക്കിമിലാണ് ഗുരുഡോക്മർ ലേക്ക്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിക്കടുത്തുള്ള ബാഗ്ഡോഗ്ര എയർപോർട്ടാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. ലാച്ചനിൽ നിന്നും 171 കിലോമീറ്റർ അകലെയുള്ള ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. സിക്കിമിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് ഗുരുഡോക്മർ ലേക്ക്. 3 വ്യത്യസ്ത മതങ്ങൾ വിശുദ്ധമായി കണക്കാക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളിലൊന്നാണിത്. മലനിരകൾക്കിടയിൽ വലിയൊരു പളുങ്ക് പാത്രം കാണുന്നത് പോലെയാണ് ഗുരുഡോക്മർ തടാകം കാണുവാൻ സാധിക്കുക. ഇവിടെ നിന്നും വെറും 5 കിലോമീറ്റർ ദൂരമാണ് ചൈനയുടെ അതിർത്തിയിലേക്കുള്ളത്. എല്ലിനെ പോലും മരവിപ്പിക്കുന്ന തണുപ്പിനെ പ്രതിരോധിക്കാനാവും എന്നുറപ്പുള്ളവർക്കായി ഒട്ടേറെ ട്രക്കിങ്ങുകൾ തടാകത്തിനു സമീപത്തു നിന്നും സംഘടിപ്പിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് പുറമെ എല്ലാ മതങ്ങളും വിശുദ്ധമായി കണക്കാക്കുന്ന ഇടമായതിനാൽ വർഷം തോറും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. നവംബർ മുതൽ ജൂൺ വരെയുള്ള സമയമാണ് ഗുരുഡോക്മർ ലേക്ക് സന്ദർശിക്കുവാൻ പറ്റിയ സമയം. ഈ സമയത്താണ് ഇവിടുത്തെ ഏറ്റവും നല്ല കാലാവസ്ഥ. തണുപ്പ് കാലങ്ങളിൽ കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ ആ സമയത്ത് ഇവിടം സന്ദർശിക്കാതിരിക്കുകയായിരിക്കും ഉചിതം. ഗുരുഡോക്മർ തടാകത്തിനടുത്തേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ലാച്ചൽ എന്ന സ്ഥലമാണ് ഏറ്റവും അടുത്ത ടൗൺ. ലാച്ചനിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമാണ് ഗുരുഡോക്മർ തടാകത്തിലേക്ക്. ഈ 65 കിലോമീറ്റർ താണ്ടാൻ 3-4 മണിക്കൂറെങ്കിലും എടുക്കും. ലാച്ചനിൽ താമസ സൗകര്യം ലഭ്യമാണ്. ഇവിടെ താമസിച്ച് അടുത്ത ദിവസം രാവിലെ ഗുരുഡോക്മർ ലേക്കിലേക്ക് പോകുകയാണ് മിക്ക ടൂറിസ്റ്റുകളും ചെയ്യുന്നത്. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി തടാകം പോയി കണ്ട് വൈകിട്ടത്തേക്ക് തിരിച്ചെത്തുന്ന വിധത്തിലാണ് കൂടുതൽ പേരും പോകുന്നത്. കാരണം വൈകിട്ടാകുന്തോറും തണുപ്പ് കൂടി വരുന്നതിനാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എന്ന് വരില്ല. തണുപ്പ് മാത്രമല്ല, ഇവിടെ ഓക്സിജന്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. വളരെ മോശമായ വഴികളും തണുപ്പും വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. ലാച്ചനിൽ നിന്നും ഇവിടേക്ക് 65 കിലോമീറ്ററോളം വരുന്ന ദൂരം 3-4 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് യാത്ര എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നോർത്ത് സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുഡോക്മർ തടാകം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളിലൊന്നായാണ് അറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 17,800 അടി അഥവാ 5430 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തടാകമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ തടാകം.
ബുദ്ധമതത്തിന്റെ വിശുദ്ധമായ സ്ഥലം എന്നാണ് ഇവിടം അറിയപ്പെടുന്നതെങ്കിലും മറ്റു 2 മതങ്ങൾക്ക് കൂടി വിശുദ്ധ സ്ഥലമാണ് ഗുരുഡോക്മർ തടാകം. സിഖ് മതത്തിനും ഹിന്ദു മതത്തിനും കൂടിയാണ് ഇവിടം പുണ്യസ്ഥലമായിരിക്കുന്നത്. ഗുരു പത്മസംഭവ അഥവാ ഗുരു റിംപോച്ചെ എന്ന ടിബറ്റൻ ബുദ്ധിസത്തിന്റെ പിതാവിൽ നിന്നുമാണ് തടാകത്തിനു പേരു ലഭിക്കുന്നത്. 8-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഇവിടം സന്ദർശിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ പേരിൽ തടാകം അറിയപ്പെടുകയുമായിരുന്നു. മിക്കപ്പോഴും തണുത്തുറഞ്ഞു കിടക്കുന്ന തടാകം അങ്ങനെ ആയതിനു പിന്നിലും ഒരു കഥയുണ്ട്. തണുപ്പ് സമയത്ത് ഇവിടുത്തുകാർക്ക് തടാകം തണുത്തുറഞ്ഞു കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഒരിക്കൽ പത്മപാദൻ ഇവിടെ എത്തിയപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ബുദ്ധിമുട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ഇതിനു പരിഹാരം കാണാനായി അദ്ദേഹം തന്റെ കൈകൾ തടാകത്തിനു നേരെ ഉയർത്തുകയും അവിടം മെല്ലെ അലിയുവാൻ തുടങ്ങുകയും ചെയ്തു. അന്നു മുതൽ ഇവിടുത്തെ ജലം വിശുദ്ധമായാണ് ആളുകൾ കണക്കാക്കുന്നത്. ഇവിടെ എത്തുന്നവർ തങ്ങളുടെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി വലിയ പാത്രങ്ങളിൽ ഇവിടെ നിന്നും വെള്ളം കൊണ്ടുപോയി വീടുകളിൽ സൂക്ഷിക്കാറുണ്ട്. ഇവിടെ പ്രചരിക്കുന്ന മറ്റൊരു കഥ സിഖ് മതസ്ഥാപകൻ ഗുരു നാനാക്കുമായി ബന്ധപ്പെട്ടതാണ്. 15-ാം നൂറ്റാണ്ടിൽ ഗുരു നാനാക്ക് ഇവിടം സന്ദർശിച്ചപ്പോൾ തങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അങ്ങനെ തന്റെ കയ്യിലിരുന്ന വടി ഉപയോഗിച്ച് അദ്ദേഹം തടാകത്തിൽ രൂപപ്പെട്ടിരുന്ന മഞ്ഞുപാളികളിൽ തട്ടുകയും അവിടം ഉരുകി വെള്ളമായി തീരുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് തടാകത്തിന് ഈ പേരു ലഭിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ എത്തിച്ചേരാൻ ഇത്തിരി ബുദ്ധിമുട്ട് ആണെങ്കിൽ കൂടി ഈ തടാകത്തിന്റെ ഭംഗിക്ക് മുൻപിൽ ബുദ്ധിമുട്ടൊക്കെ ഒന്നുമല്ല എന്ന് തോന്നും. പിന്നെ ഈ റൂട്ട് കുറച്ച് ചലഞ്ചിങ് ആയതുകൊണ്ട് തന്നെ റൈഡേഴ്സിന്റെ ഒരു പ്രധാന ലൊക്കേഷനാണ്. ഇതുപോലെ തന്നെ സിക്കിമിൽ വിനോദസഞ്ചാരത്തിനായി ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും പോകാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.